ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ക്വസ്റ്റ് ഫ്രം ദി പ്ലാനറ്റ്സ് ആൻഡ് ഇന്നത്തെ ഓഡിയോയിൽ ഞാൻ ഉത്രം നക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഈ സീരീസിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഓരോ നക്ഷത്രത്തിൻ്റെയും ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ലോഡ് ഉണ്ടാവും. ഓക്കെ, അതായത് മൂർത്തി രൂപം ഉണ്ടാവും. അപ്പോൾ മൂർത്തി രൂപത്തിൻ്റെ എനർജി ആയിട്ട് നമുക്കെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ നക്ഷത്രത്തിൻ്റെ ഒരു പ്ലാനറ്ററി ലോഡ് ഉണ്ടാവും. എല്ലാ നക്ഷത്രത്തിനും അതിൻ്റേതായ ഒരു ഗ്രഹം ഉണ്ടാവും. ആ ഗ്രഹം എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ആ ഗ്രഹത്തിനെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും, അതേപോലെ അനിമൽ, ഓക്കെ, ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ഒരു അനിമൽ ഉണ്ട്. സോ ആ അനിമലിൻ്റെ എനർജി ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളും, പിന്നെ ഏത് രാശിയിലാണോ നക്ഷത്രമുള്ളത്, സോ അതനുസരിച്ചിട്ട് ആ ഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ സീരീസിൽ നോക്കുന്നത്. സോ ഈ ഓഡിയോയിൽ ഉത്രം നക്ഷത്രത്തിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൻ്റെ രാശി എന്ന് പറയുന്നത് ചിങ്ങം കന്നി. ഓക്കെ, ചിങ്ങം കന്നി രാശിയിൽ വരുന്നതാണ് ഉത്രം നക്ഷത്രം. സോ ചിങ്ങം എന്ന് പറയുമ്പോൾ സൂര്യനാണ്. ഓക്കെ, സൂര്യനാണ് റൂൾ ചെയ്യുന്നത് ചിങ്ങം രാശീനെ. അതേപോലെ തന്നെ കന്നി രാശി എന്ന് പറയുമ്പോൾ ബുധനാണ്. സോ നമ്മളിവിടെ സൂര്യൻ, അതേപോലെ മേർക്കുറി, അതായത് ബുധൻ, ഈ രണ്ട് പ്ലാനറ്റ്സിൻ്റെ എനർജി ആയിട്ട് നമുക്കെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അതേപോലെ ഈ ഉത്തരം നക്ഷത്രത്തിൻ്റെ പ്ലാനറ്ററി ലോഡ്, ഓക്കെ, അതിൻ്റേതായ ഒരു ലോഡ് ഉണ്ട്, ഒരു ഗ്രഹമുണ്ട് റൂൾ ചെയ്യുന്നത്. സോ ആ ഗ്രഹം എന്ന് പറയുന്നതും സൂര്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സൂര്യൻ രണ്ട് തരത്തിൽ, അതായത് രണ്ട് വിധത്തിൽ ഉത്തരം നക്ഷത്രത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒന്ന് ചിങ്ങം രാശി, അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ലോഡ്, പ്ലാനറ്ററി ലോഡായിട്ട്. ഓക്കെ, സോ അത് നമ്മൾ നോക്കും. അതേപോലെ ഈ നക്ഷത്രത്തിൻ്റെ മൂർത്തി രൂപം എന്ന് പറയുന്നത് ഭഗനാണ്. സോ ഭഗൻ്റെ എനർജി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആൻഡ് ഫൈനലി അനിമൽ എന്ന് പറയുമ്പോൾ പശുവാണ്, കൗ. സോ കൗ എന്ന് പറയുന്ന അനിമലായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് സൂര്യനെ നോക്കാം. സൂര്യൻ്റെ എനർജി ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൊറോസ്കോപ്പിലുള്ള, നിങ്ങളുടെ ജാതകത്തിലുള്ള സൂര്യനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ നക്ഷത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ, എക്സ്ട്രാ പറയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി റൂട്ടീനിൽ, ഓക്കെ, ഡെയിലി ജീവിക്കുന്ന ഒരു സിമ്പിൾ ഡെയിലി ലൈഫ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓരോ ഗ്രഹത്തിനെ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ എന്ന് നോക്കാം. സോ ഇതിൽ നമുക്ക് സൂര്യനാണ്. സോ സൂര്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ, ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായ ഔട്ട്ലുക്ക്, അതായത് നമുക്ക് പ്രതീക്ഷയുണ്ട്, ഓക്കെ, അല്ലാതെ എല്ലാം കഴിഞ്ഞു, ഓക്കെ, ഇനിയൊരു ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇനിയൊരു പോസിറ്റീവായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല എന്നുള്ള ഒരു ചിന്താഗതി മാറ്റിയിട്ട്, ഇല്ല, ഹോപ്പ് ഉണ്ട്, പ്രതീക്ഷ ഉണ്ട്, ഓക്കെ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഒരിക്കലും അതങ്ങനെ വിട്ടുകളയില്ല, ഇങ്ങനെ ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ ഞാൻ വീണ്ടും അതിൽ നിന്ന് പഠിച്ച് വീണ്ടും ഞാൻ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രയോഗിച്ച് മുൻപോട്ട് പോവും എന്നുള്ളൊരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, അതാണ് സൂര്യൻ. ആ എനർജിയാണ് സൂര്യൻ്റെത്. സെൽഫ് വർത്ത് വന്നിട്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, സെൽഫ് റെസ്പെക്ട്, സെൽഫ് വർത്ത്, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, ഓക്കെ, എന്നുള്ള കാര്യമാണ് സൂര്യൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. സോ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു എനർജി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജാതകത്തിലുള്ള സൂര്യൻ നല്ല രീതിയിൽ വൈബ്രേറ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ സൂര്യൻ ഏത് ഭാവത്തിലാണ് ഇരിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്ത്, അല്ലെങ്കിൽ ആ ഏരിയ ഓഫ് ലൈഫ് നല്ല രീതിയിൽ പോകാൻ തുടങ്ങും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഈ ഉത്രം നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഒരിക്കലും കോൺഫിഡൻസ് കളയരുത്. ഓക്കെ, ലൈഫിനെ നല്ല രീതിയിൽ കാണാൻ നോക്കുക, നല്ല രീതിയിൽ ചിന്താഗതികൾ ഉണ്ടാവുമല്ലോ, നല്ല ചിന്താഗതികൾ അത് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ തന്നെ എന്തുണ്ടാവും, നിങ്ങൾക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് വരും, സെൽഫ് റെസ്പെക്റ്റ് വരും. അതേപോലെ ഏത് ഡയറക്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്, ഓക്കെ, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളതിലൊക്കെ ഒരു ക്ലാരിറ്റി വരാൻ തുടങ്ങും. നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്തുണ്ടാവുക, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങളുടെ ജാതകത്തിലുള്ള സൂര്യൻ ലോ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏത് ഡയറക്ഷനിൽ പോകണം, എന്ത് ചൂസ് ചെയ്യണം, ഓക്കെ, സ്വന്തം തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, എല്ലാത്തിലും പുറകിൽ പോയി നിൽക്കുക എന്നും അറിയില്ല. സോ അങ്ങനത്തെ ഒരു സംഗതിയായി മാറും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ്.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ എനർജി കൂട്ടണമെങ്കിൽ, ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു എലമെൻറ്റാണ്. അതും എസ്പെഷ്യലി സൂര്യൻ്റെ റേസിൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു എനർജി നമുക്ക് ഫോം ആവും. സൂര്യനായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സണ്ണിൻ്റെ ടൈമിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ മീൻസ് അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മെഡിറ്റേഷൻ ട്രൈ ചെയ്യാം. ഓക്കെ, എസ്പെഷ്യലി സണ്ണി ടൈമിൽ. ഓക്കെ, ആൻഡ് അതേപോലെ ചിലർ മന്ത്രങ്ങളൊക്കെ ഭയങ്കര ബിലീവ് ചെയ്യുന്ന, ഓക്കെ, ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് സൂര്യൻ്റെ മന്ത്രം ജപിച്ചിട്ട് അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്, സൺഡേ എനർജി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ചിലർ സൂര്യ നമസ്കാരം ചെയ്യും. സോ സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഒരു ഫിസിക്കലി, ഓക്കെ, ശരീരത്തിൽ, അതേപോലെ നമ്മുടെ മെൻ്റലി, ഓക്കെ, അതൊക്കെ നല്ല രീതിയിൽ ക്ലാരിറ്റി വരാൻ തുടങ്ങും. നമുക്ക് നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ, ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. ഈ സൂര്യ നമസ്കാരത്തിന് ആ ഒരു പവറുണ്ട്. ഓക്കെ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇത് സഹായിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് സൂര്യനായിട്ട് കണക്ട് ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫുഡ്, നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് സണ്ണിൻ്റെ എനർജി ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യുന്ന കുറച്ച് ഫുഡ്സ് ഉണ്ട്. സോ അങ്ങനത്തെ ഫുഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക്, അതായത് ഉത്രം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓറഞ്ച്, ക്യാരറ്റ്, ആൽമണ്ട്സ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള, നമുക്കിപ്പോൾ നെറ്റിൽ നോക്കിയാൽ തന്നെ പലതും കിട്ടും. സോ അങ്ങനത്തെ എൻറിച്ച്ഡ് ആയ ഫുഡ്സ് ഉണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഡയറ്റിൽ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് സൂര്യൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് റിസ്ക് എടുക്കുക, അതായത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുക. ഓക്കെ, ചാലഞ്ചസ് ഫേസ് ചെയ്യുക, അതിനെ എസ്കേപ്പ് ചെയ്തിട്ട്, ഓക്കെ, അത് അവോയ്ഡ് ചെയ്തിട്ട് നിൽക്കാതെ നമ്മൾ ചാലഞ്ചസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, റിസ്ക് എടുക്കുക. അതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചാർജ് എടുക്കുക എന്ന് പറയില്ലേ, അതും സൂര്യൻ്റെ എനർജിയാണ്. സോ ഇതൊക്കെയാണ് സൂര്യനായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ബുധൻ്റെ കാര്യങ്ങൾ നോക്കാം. സോ ബുധനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? സോ ബുധൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അത് കറക്റ്റ് ഡയറക്ഷനിലാണ് നിങ്ങളുടെ ബുധൻ്റെ എനർജി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ലോജിക്കലി സംസാരിക്കുക അല്ലെങ്കിൽ ലോജിക്കലി ചിന്തിക്കുക എന്ന് പറയില്ലേ, അതൊക്കെ ബുധനാണ്. സോ അതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബുധൻ ശരിക്കുമുള്ള ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേറൊരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഓക്കെ, അനാവശ്യമായ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടാവാതിരിക്കുക. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് മടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരിക. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുക. എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നത് നിങ്ങൾക്ക് അറിയാതിരിക്കുക, എന്താണ് ഒരു പെർഫെക്റ്റ് ഡിസിഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക. സോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ബുധൻ റോങ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബുധൻ്റെ എനർജീൻ്റെ. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ മെർക്കുറിയുടെ ഈ ബുധൻ്റെ എനർജി സ്ട്രെങ്തൻ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബുധൻ്റെ ബീജ് മന്ത്രം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മന്ത്ര ഫോളോ ചെയ്യുക അല്ലെങ്കിൽ മന്ത്ര എന്ന് പറയുന്ന ഒരു കാറ്റഗറീനെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. മന്ത്രം എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് തന്നെയാണ്. സോ ബീജ് മന്ത്ര, ഓക്കെ, ബുധൻ്റെ ബീജ് മന്ത്ര എന്താണോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അതൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. ഇത് മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത് അത് മാത്രം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ആ മൊമെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്യുകയാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വിറ്റ്നസ് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തം അറ്റൻഷൻ നിങ്ങൾ അതിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ വേറെ ഒരു കാര്യങ്ങളും ആലോചിക്കില്ല, അനാവശ്യമായിട്ടൊന്നും ആലോചിക്കില്ല. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്നത് അങ്ങോട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് നല്ല രീതിയിൽ കാം ആവാൻ തുടങ്ങും, പീസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഫോക്കസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ബുധനെ സ്ട്രെങ്തൻ ചെയ്യാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. എങ്ങനെ നിങ്ങൾ നിങ്ങളെ വേറെ ഒരാളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന കാര്യം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക.
അത് പലതരത്തിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പല ട്രെയിനിങ് കോഴ്സസ് ഉണ്ട്. ഇതിപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ എഴുതുക, നിങ്ങൾ വായിക്കുക, വേറൊരാളായിട്ട് സംസാരിക്കുക. ഓക്കെ, മടിച്ച് നിൽക്കാതെ നിങ്ങൾ വേറൊരാളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. എന്നാലും നമുക്കത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾ ഷാർപ്പാക്കാൻ നോക്കുക. പിന്നെ പസിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സോൾവ് ചെയ്യുക. സോ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മെർക്കുറിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബുധൻ സ്ട്രോങ് ആവാൻ തുടങ്ങും. ആൻഡ് എവിടെയാണോ, ഏത് ഭാവത്തിലാണോ ഇരിക്കുന്നത് ബുധൻ വെച്ചാൽ അതും നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇതായിരുന്നു മെർക്കുറീൻ്റെ, ബുധൻ്റെ കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, സോ ബുധൻ എന്ന് പറയുമ്പോൾ കന്നി രാശിയിൽ വരുന്നതാണ്. സോ കന്നി രാശി ഉത്രത്തിൽ വരുന്നത് കൊണ്ട് തന്നെ, ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മെർക്കുറി അല്ലെങ്കിൽ മെർക്കുറിയുടെ എനർജിയെ പറ്റി പറയുന്നത്. അടുത്ത കാര്യം മൂർത്തി രൂപമാണ് ഭഗൻ. സോ ഭഗൻ്റെ എനർജി ആയിട്ട് നമുക്കെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഭഗൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ സ്വത്ത്, ഓക്കെ, സമ്പാദ്യം, പ്രോപ്പർട്ടി, വെൽത്ത്, ഓക്കെ, അതൊക്കെയാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഭഗൻ്റെ സമ്പാദ്യം എന്ന് പറയുന്ന എനർജി ഉണ്ടല്ലോ, അത് നല്ല കാര്യങ്ങളിലൂടെ കിട്ടുന്ന സമ്പാദ്യം ഉണ്ടല്ലോ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ ഏത് രീതിയിൽ സമ്പാദിക്കുന്നു, ഓക്കെ, ഏത് ചിന്താഗതി വെച്ചിട്ട് നമ്മൾ സമ്പാദിക്കുന്നു. സോ അതാണ് ഭഗൻ്റെ ഒരു സ്വത്ത്, സമ്പാദ്യം എന്ന് പറയുന്ന എനർജി സൂചിപ്പിക്കുന്നത്. ഓക്കെ, എങ്ങനെയും സമ്പാദിക്കുന്നു എന്നതല്ല, ഏത് നല്ല രീതിയിൽ നല്ല കർമ്മങ്ങളിലൂടെ സമ്പാദിക്കുന്ന സ്വത്തിനെയാണ് ഭഗൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സമ്പാദിക്കുന്നത് പറയില്ലേ, അതായിട്ട് കണക്റ്റഡ് ആവുക, അങ്ങനെ സമ്പാദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഉത്രം നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഇത് നല്ല രീതിയിൽ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ സമ്പാദ്യം ഏത് മുഖാന്തരമാണ് വരുന്നത് എന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഭഗൻ എന്ന് പറയുന്ന മൂർത്തി രൂപം കണക്ട് ചെയ്യുന്ന വേറൊരു പ്ലാനറ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലാനറ്റ്, അതാണ് ശുക്രനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജാതകത്തിലെ 2ാമത്തെ ഭാവമായിട്ട് കണക്ട് ചെയ്യുന്നതും ഭഗൻ തന്നെയാണ്. ഓക്കെ, ബിക്കോസ് ഇതെല്ലാം സ്വത്ത്, സമ്പാദ്യം, ഫിനാൻസ്, അതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാവവും അതേപോലെ തന്നെ പ്ലാനറ്റുമാണ് വീനസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിലുള്ള ശുക്രൻ ഏത് രാശിയിൽ അല്ലെങ്കിൽ ഏത് നക്ഷത്രത്തിലാണോ ഇരിക്കുന്നത് അതിനെയും നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ എനർജി എന്താണ്, ഓക്കെ, ആ നക്ഷത്രം ഏത് രാശിയിലാണ്, സോ അതെല്ലാം കൂടി നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഭഗൻ എന്ന് പറയുന്ന മൂർത്തി രൂപത്തിൻ്റെ എനർജിയും ഇൻക്രീസ് ആവാൻ തുടങ്ങും. പിന്നെ ഭഗൻ്റെ എനർജി കണക്റ്റ് ആവുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക, ചാരിറ്റി വർക്ക്. ഓക്കെ, അത് ഭഗനായിട്ട് ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡ് ആവുന്ന ഒരു എനർജിയാണ്. നമ്മളൊന്നും തിരിച്ചാഗ്രഹിക്കാതെ നമ്മൾ കൊടുക്കണം. സോ അതും ഭഗൻ്റെ എനർജീനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും, നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ നല്ല രീതിയിലാണ് വന്നു ചേരുക. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ പ്രോപ്പർട്ടി, ഓക്കെ, നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വെൽത്തും ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോസിറ്റീവായൊരു ആറ്റിറ്റ്യൂഡാണ് വരേണ്ടത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇല്ല, നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്, ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ കടബാധ്യത ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും കടം വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് തരാതിരിക്കുന്നുണ്ട്. സോ എന്താണെങ്കിലും, എന്ത് കോംപ്ലിക്കേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ അതിനെ ആലോചിച്ച് അതിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ല അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ പ്രതീക്ഷ വിട്ട് കളയരുത്. അതായത് ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് പൈസ വരില്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ ഒരിക്കലും, അതായത് ഉത്രം നക്ഷത്രത്തിലുള്ള ആൾക്കാർ ആ ഒരു ചിന്താഗതിയിലേക്ക് പോകരുത്. കാരണം അത് പോകുമ്പോൾ നിങ്ങളെ ബാക്ക് ഫയർ ചെയ്യാമെന്ന് പറയില്ലേ, നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് നിങ്ങളുടെ ഫ്യൂച്ചറായി മാറുന്നത്. സോ ആ ഒരു ചിന്താഗതി നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ പോസിറ്റീവായൊരു ആറ്റിറ്റ്യൂഡാണ് കൊണ്ടുവരേണ്ടത്, എസ്പെഷ്യലി വെൽത്തിൻ്റെ കാര്യത്തിൽ, സ്വത്ത്, സമ്പാദ്യം എന്ന് പറയുന്ന കാര്യത്തിൽ. ബിക്കോസ് നിങ്ങളുടെ മൂർത്തി രൂപം തന്നെ ഭഗനാണ്. സോ ഭഗൻ്റെ എനർജി അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, സോ ഇതായിരുന്നു ഭഗൻ എന്ന് പറയുന്ന മൂർത്തി രൂപം അല്ലെങ്കിൽ മൂർത്തി രൂപത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഫൈനലി ഈ നക്ഷത്രത്തിൻ്റെ അനിമൽ, ഓക്കെ, അനിമലിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, കൗ ആണ് ഉത്രം നക്ഷത്രത്തിൻ്റെ അനിമൽ എന്ന് പറയുന്നത്.
സോ കൗ എന്ന് പറയുന്ന കൗവിൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ല സോഷ്യലായ അനിമലാണ്. ഓക്കെ, എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരെയായിട്ടും കണക്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മുടെ സ്നേഹിക്കുന്ന ആൾക്കാരായിട്ട് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അങ്ങനത്തെയൊക്കെ എനർജി ഉള്ള ഒരു സോഷ്യൽ അനിമലാണ് കൗ. സോ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു എനർജീനെ നമുക്ക് അഡാപ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ സോഷ്യൽ ആവണം, നല്ല രീതിയിൽ കണക്റ്റഡ് ആവണം, പുറത്തും വീട്ടിലും ഫാമിലി ആയിട്ടും പുറത്ത് സൊസൈറ്റിയിലും നമ്മൾ കണക്റ്റഡ് ആവണം. ഓക്കെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ അനിമൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തൊരു മെയിൻ കാര്യമാണ് ഇൻറ്റ്യൂഷൻ, അന്തർജ്ഞാനം. കൗ എന്ന് പറയുന്ന അനിമലിന് നല്ല സ്ട്രോങ് സെൻസ് ഓഫ് ഇൻറ്റ്യൂഷനാണ്. അതായത് അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട്, ഒരു ഡേഞ്ചർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നം വരുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അവരുടെ ഇൻസ്റ്റിങ്സ്, അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അവർ ഡിസിഷൻ എടുക്കില്ല പെട്ടെന്ന്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അതൊക്കെ ഒരു കൗവിൻ്റെ എനർജിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങണം. അതായത് നമ്മൾ നമ്മുടെ ആ ഒരു ഉള്ളിലിരുന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നമ്മുടെ ബിലീഫ് അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് നമ്മളതിലേക്ക് കൊടുക്കണം, നമ്മളത് കേൾക്കണം, നമ്മൾ കണക്റ്റഡ് ആവണം. ഓക്കെ, അതേപോലെ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ ഇൻറ്റ്യൂഷനെ നമ്മൾ വിശ്വസിക്കണം. ഓക്കെ, സോ അതും നമുക്ക് ഈ കൗ എന്ന് പറയുന്ന അനിമലിൽ നിന്ന് പഠിക്കാനുള്ള ഒരു മെയിൻ കാര്യമാണ്. അതായത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. സോ ഇതൊക്കെയാണ് കൗവിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. സോ ഇതായിരുന്നു ഉത്രം നക്ഷത്രത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. അതായത് ഈ എനർജി എല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പല കാര്യങ്ങളിലും നല്ല നല്ല റിസൾട്ട് വരാൻ തുടങ്ങും. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണ്. സോ നമ്മളിതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാജിക് മനസ്സിലാവാൻ തുടങ്ങും. ഇനി അടുത്ത ഓഡിയോയിൽ നമുക്ക് അത്തം നക്ഷത്രത്തിനെ കുറിച്ചിട്ട് നോക്കാം. സോ ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഹാപ്പി ഡേ. ബൈ ബൈ.